ഹലോ നമസ്കാരം, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ ഫെനി നൈനാൻ എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ഒരു കൂട്ടുകാരൻ ഒരു ചാറ്റ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ കുറച്ച് ഭാഗങ്ങളാണ് പുറത്തുവിട്ടിരുന്നത്. കാരണം ഫെനി നൈനാൻ അവിടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ ഒരു വ്യക്തിയാണോ പരാതിക്കാരി എന്ന് എനിക്ക് അറിയില്ല. കാരണം 2024 ഏപ്രിലിൽ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ് ഇമെയിൽ പരാതി അയച്ച ഈ ലേഡി 2025 ഒക്ടോബറിൽ എനിക്ക് അയച്ച ചാറ്റിന്റെ കുറച്ച് ഭാഗങ്ങളാണിത്. ഞാൻ ബാക്കിയുള്ള ചാറ്റിന്റെ ഭാഗങ്ങൾ മുഴുവൻ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഡ്വക്കേറ്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവർ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഇവരാണെങ്കിൽ എനിക്ക് കാശ് തന്നു, എൻ്റെ പേര് ഇതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട്, എനിക്ക് കാശ് തന്നു എന്നൊക്കെയാണ് പറയുന്നത്. അവരാണെങ്കിൽ KSUവിൻ്റെ ആവശ്യത്തിന് വേണ്ടി 5000 രൂപ എനിക്ക് അയച്ചു തരികയും ഞങ്ങളത് 50 ലക്കി കൂപ്പൺ അവർക്ക് കൊടുക്കുകയും അതിൻ്റെ ഒരു സ്റ്റോറി ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ ഇട്ടിട്ടു എന്നുള്ളതാണ് ഫെനി അവിടെ പറയുന്ന കാര്യങ്ങൾ. അപ്പം ഇവരെ ഈ ഒരു 2024 ഇവരെ പീഡിപ്പിച്ചോ എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതും പറയുന്നുണ്ട്. അതിനകത്ത് ഒരുപാട് ചാറ്റിൻ്റെ അത് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഞെട്ടും. വീണ്ടും 3-4 മണിക്കൂർ കൂടി വേണമെന്നും അതുപോലെ തന്നെ ഫ്ലാറ്റിൽ കാണണമെന്നും ഓഫീസിൽ വേണ്ട എന്നും അവിടെ പാർട്ടിക്കാരും മറ്റുള്ള ജനങ്ങളും കാണുമെന്നും എനിക്ക് പ്രൈവസിയാണ് ആവശ്യമെന്നും എനിക്ക് പ്രൈവസിയായിട്ട് രാഹുലിനെ കാണണമെന്നും അല്ലെങ്കിൽ ഞങ്ങൾക്ക് MLA ബോർഡ് വെച്ച കാറ് മാറ്റിയിട്ട് എൻ്റെ കാറിൽ ഒരു നൈറ്റ് ഡ്രൈവിന് പോകാമെന്നും ഒക്കെ പറയുന്ന ഒരു ചാറ്റാണത്. ഒരു ബലാത്സംഗം ചെയ്ത 1.5 വർഷം മുമ്പ് ബലാത്സംഗം ചെയ്ത ഒരു വ്യക്തിയെ വീണ്ടും കാണണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ റീസൺ അവരെ കുറച്ച് നേരത്തെ ചാനലിൽ വന്നിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് കടക്കാം. അപ്പം ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. അതുപോലെ തന്നെ വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഇപ്പം യൂട്യൂബിൻ്റെ അൽഗോരിതം അനുസരിച്ച് വീഡിയോ റീച്ചിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ റീച്ച് ആകുന്നുണ്ടാവുന്നില്ല. അപ്പം നിങ്ങൾ എല്ലാവരും ഹൈപ്പ് ചെയ്ത് കൊടുത്ത് ലൈക്ക് കൊടുത്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന ഫെനി നൈനാൻ എന്നുള്ള കാര്യം. എന്തായാലും ഫെനി നൈനാനെ ഞാൻ ആദ്യമായിട്ട് അപ്രീഷിയേറ്റ് ആണ്. വളരെ നല്ല ചുണക്കുട്ടി. കാരണം കൂട്ടുകാരായി ഇങ്ങനെ വേണം. അത്യാവശ്യം നമ്മളെ ഒരുത്തനെ എല്ലാവരും കൂടി വേട്ട പട്ടികളെ പോലെ കടിച്ചു കയറുന്ന ഒരു സമയത്ത് ഒരുത്തനെങ്കിലും അതിൻ്റെ ഒരു സത്യാവസ്ഥ പറയാനായിട്ട് മുന്നോട്ട് വന്നതിൽ ഭയങ്കരമായിട്ട് അഭിമാനമുണ്ട്. കാരണം ഈ കോൺഗ്രസ്സുകാരന്മാർക്കെല്ലാം പേടിയാണ്. പെണ്ണ് വിഷയമല്ലേ, തൊട്ടാൽ പൊള്ളും എന്നുള്ളൊരു പേടിയാണ്. എന്തിനാണ് ഇവരിങ്ങനെ പേടിക്കുന്നത്? കാരണം ഭരണപക്ഷത്ത് ഉള്ള പെണ്ണുപിടിയന്മാരെല്ലാം ഭരണപക്ഷത്ത് സഭയിൽ ഇരിപ്പുണ്ട്. അല്ല, നമ്മുടെ ഗണേശനുണ്ടല്ലോ, മന്ത്രി ഗണേശൻ വന്ന് പറയുന്നിട്ട് ഇവർ രാജിവെക്കണം, MLA സ്ഥാനം രാജിവെക്കാൻ കോൺഗ്രസ് പറയുന്നത്. ഇത് നാണമില്ലേ പറയാനായിട്ട്? അല്ലേ, ഈ കൂടുതലും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കേട്ടോ. അത് ഞാൻ വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ പറയാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. കാരണം നമുക്ക് മഞ്ഞ പറയാൻ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്. എന്നാലും പറയണമെങ്കിൽ നമ്മൾ ഇഷ്ടം പോലെ പറയിപ്പിക്കരുത് എന്നെ കൊണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്തായാലും ഫെനി നൈനാന് പറഞ്ഞ കുറേ കാര്യങ്ങൾ വെച്ചുകൊണ്ട് എന്തായാലും പോലീസിനും പരാതിക്കാരിക്കും പൊള്ളി എന്നുള്ളത് ഉറപ്പായി. രാത്രി തന്നെ രായ്ക്ക് രാമാനം പോലീസ് ബെനിക്കെതിരെ സൈബർ പോലീസ് കേസെടുത്തു എന്നാണ് പറയുന്നത് കേട്ടോ. അല്ലേ, പോലീസുകാരുടെ ഈ ശുഷ്കാന്തിയെ സ്ത്രീകളെ സഹായിക്കാൻ ഇറങ്ങുന്നത്. ഞാനൊരു കേസ് കൊടുത്തു, എൻ്റെ ഓഫീസ് എല്ലാം കൂടി അകത്ത് കയറി എൻ്റെ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ട് 10,000 രൂപയും മോഷ്ടിച്ച് എൻ്റെ ഓണറിൻ്റെ പെണ്ണുപിള്ള വേറെ ഗുണ്ടകളെ കൊണ്ടുവന്ന് ചെയ്യിച്ചാണെന്നാണ് എനിക്കറിയാവുന്നത്. CCTVയുടെ വിഷ്വൽസ് എല്ലാം അവരുടെ അടുത്ത് അങ്ങ് മാറ്റി. അവരുടെ CCTV അവരാണ് വെച്ചിരുന്നത്. എന്തായാലും CCTV പരിശോധിക്കാമെന്ന് പറഞ്ഞില്ല. ഈ കേസ് ഒരു കമ്മീഷണർക്ക് 4 പ്രാവശ്യം കേസ് കൊടുത്തിട്ട് എവിടെ ആയില്ല. ലാസ്റ്റ് ഞാൻ കോടതി കൊണ്ട് സിവിൽ കേസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് അവസ്ഥ. പെണ്ണുങ്ങളെ സഹായിക്കാൻ വരുന്ന സർക്കാരിൻ്റെയും പോലീസിൻ്റെയും കാര്യം ഞാനൊന്ന് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ മാധ്യമക്കാർക്കും പോലീസുകാർക്കെല്ലാം ഇക്ലിപ്പെടുന്ന വാർത്തകളാണല്ലോ ഇഷ്ടം. അപ്പോൾ നമുക്ക് ഇക്ലിപ്പെടുന്ന വാർത്തകൾ കിട്ടാനാണെങ്കിൽ ഒരുപാടുണ്ട്. കാരണം ഒരേ ഉമ്മാരുടെ നമ്മൾക്ക് ഗുഡ് മോർണിംഗ് സുഖമാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് മറുപടി അയക്കാൻ നിന്ന് കഴിഞ്ഞാൽ 10 ദിവസം കൊണ്ട് ഇവമാരുടെ എല്ലാം ഇക്ലിപ്പെടുന്ന കുറേ കഥകൾ നമുക്കും പറയാൻ പറ്റും. പിന്നെ നമ്മൾ എല്ലാത്തിനും ഒരു ഒരു ബൗണ്ടറി വെച്ചിട്ടുണ്ടല്ലോ. ആ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് കടക്കാൻ ഒരുത്തിനും അനുവദിക്കാത്തത് കൊണ്ട് മാത്രം നമുക്കൊക്കെ ഇക്ലിപ്പെടുന്ന കഥകൾ കൂടുതൽ അങ്ങോട്ട് പറയുന്നില്ല. പക്ഷെ പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. അതോടെ നിൽക്കട്ടെ. അപ്പോൾ എന്തായാലും ഇന്നലെ ഫെനി നൈനാനെതിരെ കേസെടുത്ത സൈബർ പോലീസിൻ്റെ കാര്യമാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഫെനി നൈനാൻ ഇന്നലെ ഭയങ്കര ഒരു പടക്കം തന്നെയാണ് പൊട്ടിച്ച. ബാക്കിയുള്ള രേഖകൾ ഒരുപാടൊന്നും പുറത്തേക്ക് വിട്ടില്ല. കുറച്ച് രേഖകൾ മാത്രം, കുറച്ച് ചാറ്റുകളാണ് പുറത്തെ വിട്ടത്. അതിൽ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ 3-4 മണിക്കൂർ രഹസ്യമായിട്ട് കാണണമെന്നും ഫ്ലാറ്റിലാണ് സൗകര്യമെന്നും അതുപോലെ തന്നെ ഓഫീസിൽ വേണ്ടാന്നും ഫെനിൻ ഒരുപാട് പ്രാവശ്യം പറയുന്നുണ്ട്. ഓഫീസിൽ വന്ന് കാണാൻ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അത് വേണ്ട, രാത്രിയിലാണ് വേണ്ടത്, MLA ബോർഡ് വെച്ച കാറ് വേണ്ട, എൻ്റെ സ്വന്തം കാറ് മതി എന്നൊക്കെയാണ് ഈ പീഡിപ്പിക്കപ്പെട്ട 1.5 വർഷത്തിന് ശേഷം ഈ സ്ത്രീ പറഞ്ഞതായിട്ടാണ് അതിനകത്തെ ചാറ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം ഇന്നിപ്പം നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളുണ്ടല്ലോ. അപ്പോൾ മുഖ്യധാര മാധ്യമങ്ങൾ എന്ന് പറയുന്ന ഇവരെന്ന് പറഞ്ഞ ഒരു അജണ്ടയുണ്ട്. ഇവർക്ക് ഇങ്ങനെയുള്ള ഇക്കിളിപ്പെടുന്ന വാർത്തകളാകുമ്പോൾ നാട്ടുകാർ കാണും, ഇവർക്കൊക്കെ ഭയങ്കര റേറ്റിംഗ് കിട്ടുമെന്നൊരു ധാരണ കൊണ്ട് ഇവർ അതിനെയൊക്കെ ഹൈപ്പ് ചെയ്യും. അവിടെ കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തിയ ചാറ്റ് ഇതാ പുറത്തുവിടുന്നു എന്ന് പറഞ്ഞ ഒരു ബ്രേക്കിംഗ് പറഞ്ഞു. യഥാർത്ഥത്തിൽ പറഞ്ഞ ഭീഷണിപ്പെടുത്തി
ഭീഷണിപ്പെടുത്തിയത് ഈ പരാതിക്കാരിയാണ്. ഈ പരാതിക്കാരി പെടുത്തിയ ഭീഷണിയുടെ മറുപടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുക്കുന്നത്. കാരണം നീ എന്നെ എന്തിനാണ് ഭീഷണിപ്പെടുത്തുന്നത്? നീ ഇനി ഭീഷണിപ്പെടുത്തിയാലും നീ ഇനി എന്ത് ചെയ്താലും നീ ചെയ്യാൻ പറ്റുന്നതൊക്കെ എന്നെ അങ്ങ് ചെയ്യൂ. പക്ഷെ നീ ചെയ്യുന്നത് ഞാൻ താങ്ങും, പക്ഷെ ഞാൻ താങ്ങില്ല. കാരണം ഞാൻ തകർച്ചയുടെ എക്സ്ട്രീം ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഒക്ടോബറിൽ ഈ വേട്ടപ്പട്ടികളെല്ലാം കൂടി അവനെ കടിച്ചു കീറാൻ നിൽക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അത് ആ ഒരു ജാമ്യവും കാര്യങ്ങളും ഈ പ്രശ്നങ്ങൾ നടന്ന് അവൻ 20 ദിവസം വീട്ടിന്റെ റൂമിനുള്ളിൽ കയറി കഥകടച്ച് ഡിപ്രഷനിൽ നിന്ന് ആ അവസ്ഥയും കഴിഞ്ഞു വന്ന ഒരു സമയത്താണ് ആ സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ സ്ത്രീ പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു ഭീഷണിയുടെ മറുപടിയായിട്ട് അവൻ പറയുകയാണ്, നീ ചെയ്യുന്നത് ഞാൻ താങ്ങും. കാരണം ഞാൻ തകർച്ചയുടെ എക്സ്ട്രീം ലെവലിൽ നിന്ന് നിൽക്കുന്നവനാണ്. കാരണം എനിക്ക് മുകളിലാഘോഷം താഴെ ഭൂമിയാണ്. ഞാൻ തകർന്ന് തരിപ്പണമായി, ഞാനും എൻ്റെ കുടുംബവും നാണം കെട്ട് വഴിയാധാരമായിട്ടിരിക്കുകയാണ്. ഇനി നീ എന്ത് ചെയ്താൽ എന്നാണ് അതിനർത്ഥം. അപ്പോൾ അവർ ഭീഷണിപ്പെടുത്തുന്നതിന് മറുപടിയല്ലേ അത് നമ്മുടെ പത്രക്കാരെല്ലാവരും കൂടി തിരിച്ചങ്ങിട്ട്. അപ്പം ഞാൻ പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തുന്ന ഒരു ചാറ്റ് എന്നും പറഞ്ഞ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അവരുടെ ഈ ഒരു രാവിലെ ഇന്നലത്തെ രാത്രിയുടെ ഫെനിയുടെ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഞാൻ ഈ പരാതിക്കാരിയുടെ ഒരു വോയിസ് ഇപ്പം നമ്മുടെ മാധ്യമങ്ങളിൽ കേൾക്കാനിടയിൽ. ആ വോയിസിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫെനി ഞാൻ സ്നേഹത്തോട് പറയുകയാണ്, എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കണ്ട. അപ്പോൾ അത് തന്നെ ഒരു ഭീഷണിയല്ലേ? അല്ല, ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കണ്ട എന്ന് ഇത്രമാത്രം ഒരു ചാനലിൽ വന്ന് പറയുകയാണ്. ആരാണ് ഇവരെ ഭീഷണിപ്പെടുത്തുന്നത്? ഇവർ ഉള്ള കാര്യം, ഇവർ ചെയ്ത കാര്യം അവിടെ അയാളുടെ ഒരു അന്യായമായിട്ട് ഒരുത്തനെ ഒരു കണ്ടൻഷൻ എന്ന് പറഞ്ഞാൽ തട്ടിക്കൊണ്ടുപോകൽ, BNS പ്രകാരം 138 BNS പ്രകാരം തട്ടിക്കൊണ്ടുപോകലാണ്. ആ തട്ടിക്കൊണ്ടുപോകൽ കണ്ടൻഷൻ ചെയ്തിട്ട് അവനെ അന്യായമായിട്ട് തടങ്കൽ വെച്ചിരിക്കുകയാണ്. BNS 127 പ്രകാരം അന്യായമായിട്ട് അവനെ തടങ്കൽ വെച്ചിട്ടുണ്ട്. BNS 127 തന്നെ, റോങ് കൺഫൈൻമെന്റ്. അപ്പം അതൊക്കെ ചെയ്തിട്ട് ഒരുത്തനെ യാതൊരു തരത്തിലുള്ള എന്താ പറയുക ലീഗൽ പ്രൊസീഡിങ്സ് ഇല്ലാതെ, അല്ലെങ്കിൽ ഭരണഘടനാ തലത്തിലുള്ള യാതൊരു കാര്യങ്ങളും ചെയ്യാതെ, ഒരു പൗരന് കിട്ടേണ്ട യാതൊരു തരത്തിലുള്ള അവകാശങ്ങളെ സംരക്ഷിക്കാതെ അവനെ തട്ടിക്കൊണ്ടുപോയി രാമനെ രാത്രി 12:30 മണിക്ക് അവൻ്റെ സ്റ്റാഫില്ല, അവൻ്റെ റൂമിൽ ആരുമില്ല എന്ന് മനസ്സിലാക്കി ആ ഹോട്ടലിലെ ആൾക്കാരുടെ ഫോൺ വരെ പിടിച്ചു വാങ്ങിക്കുന്നു. റോങ് കൺസ്റ്റൈൻമെന്റ് അല്ലേ? അത് എന്തിനാണ് അങ്ങനെ ചെയ്തത് അല്ലേ? അപ്പം നമ്മൾ റോങ്ഫുൾ സസ്റ്റൈൻമെന്റ് ആണത്. അതും ഒരു BNS പ്രകാരം അതും നിയമവിരുദ്ധമാണ്. ഞാൻ അങ്ങോട്ട് നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ TV ഇരിക്കുന്ന രാഹുലിന് ഇന്നിപ്പം ജാമ്യത്തിനുള്ള ഇത് കൊടുത്തിരിക്കുകയാണല്ലേ. അപ്പോൾ അതിന് എന്തെങ്കിലും ആയോ എന്നാണ് നോക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് റിസപ്ഷനിസ്റ്റിലിരിക്കുന്ന ആൾക്കാരുടെ ഫോണ് എല്ലാം പിടിച്ചു വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അതും പോലീസിനെതിരെ, അതും BNS പ്രകാരം കുറ്റകരമായ കാര്യമാണ്. 126 അല്ലേ, റോങ്ഫുൾ സസ്റ്റൈൻമെന്റ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ അത് കഴിഞ്ഞിട്ട് വ്യാജരേഖകൾ ഉണ്ടാക്കിയിട്ട് അവനെ കൊണ്ട് ഒപ്പിടിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്തിനാണ്? ഒരാളിനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു പരാതി കിട്ടിയ ഒരു പരാതിക്കാരുടെ ഇമെയിൽ കിട്ടി, അതിനുശേഷം അവർ വന്ന് ഒരു SHOയുടെ മുമ്പിൽ വന്ന് മൊഴി കൊടുക്കണം. മൊഴി ഒരു വനിതാ പോലീസ് ആയിരിക്കും എഴുതുന്നത്. വനിതാ പോലീസ് എഴുതിയ മൊഴി അവർ വായിച്ച് കേൾക്കണം. വായിച്ച് കേട്ട് അത് അവർക്ക് ഞാൻ പറഞ്ഞ മൊഴി തന്നെയാണ് ഇവർ എഴുതിയിരിക്കുന്നതെന്ന് സത്യമായതിനു ശേഷം അതിൻ്റെ താഴെ ഒപ്പിട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ കോടതിയിൽ പോലീസ് സ്റ്റേഷനിൽ SHOയുടെ മുന്നിൽ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം അവിടെ സൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നീട് FIR ഇടുക. FIR ഇട്ടതിന് ശേഷം ബാക്കിയുള്ള നടപടികൾ ഈ പ്രതിയെ വിളിച്ചു വരുത്തുക, അല്ലെങ്കിൽ നോട്ടീസ് കൊടുക്കുക, അല്ലെങ്കിൽ പ്രതിയെ എടുത്ത് പോയിട്ട് അറസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെയാണ് അറസ്റ്റ് നടപടി എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ പ്രതിക്ക് നോട്ടീസ് കൊടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്? ഇത് ആരും അറിയാതെ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവൻ്റെ സ്റ്റാഫും അവൻ്റെ ഡ്രൈവറും എല്ലാം പോയ സമയത്ത് അവനെ എല്ലാം ഭീകരവാദികളെ അറസ്റ്റ് ചെയ്യുന്ന പോലെ രാത്രി 12:30 മണിക്ക് അറസ്റ്റ് ചെയ്ത് അതിനെയൊക്കെ വീഡിയോ എടുത്ത് പോലീസുകാർ ചുറ്റും നിന്ന് അപ്പുറത്തും ഇപ്പുറത്തും നിങ്ങളെന്താ പറയുന്നത്, നിങ്ങൾ എതിർക്കാൻ നിൽക്കരുത്. എന്തിനാണ് എതിർക്കുന്നത്? അതെല്ലാം വീഡിയോയിൽ ചിത്രീകരിച്ച് പിറ്റേന്ന് മാധ്യമങ്ങൾക്ക് അത് പബ്ലിഷ് ചെയ്ത്, ഇതൊക്കെ എന്താണ്? ഇതൊരു വ്യക്തിയുടെ മൗലിക അവകാശങ്ങളെ മുഴുവൻ ഖനിക്കുകയാണ്. ഇതൊരു മനുഷ്യാവകാശ ലംഘനമാണ്. ഇതൊരു തട്ടിക്കൊണ്ടുപോകലാണ്, കണ്ടൻഷനാണ്. ഇതൊരു റോങ്ഫുൾ എന്താ പറയണേ, ഇതൊരു നമ്മളെ അന്യായമായിട്ട് തടങ്കൽ വെക്കുകയാണ് അല്ലേ? നമ്മളിത് അന്യായമായിട്ട് ഒരു വ്യക്തിയെ അന്യായമായിട്ട് തട്ടിക്കൊണ്ടുപോയി തടങ്കൽ വെക്കുകയാണ്. എന്നിട്ട് അവർ പറയുന്ന വ്യാജരേഖകൾ ഒപ്പിടിപ്പിക്കാനുള്ള ശ്രമമാണ്. എന്തിനാണ് അവൻ ഒപ്പിടുന്നത്? പിന്നെ മൊഴി അവനെ തെളിവെടുപ്പിന് കൊണ്ടുപോയപ്പോൾ അവനെല്ലാം സമ്മതിച്ചു എന്നാണ് പത്രക്കാർ പറയുന്നത്. എന്ത് സമ്മതിച്ചു? അവൻ ആ ഹോട്ടലിൽ ചെന്നിട്ടുണ്ട്, യഥാർത്ഥ പേരാണ് എഴുതി കൊടുത്തേക്കുന്നത്. അവനെ അറിയാത്ത ഒരാളോ? അവനെല്ലാവരും അറിയുന്ന ഒരാളാണ്. പാതിരാത്രിയല്ല അവൻ ചെന്നിട്ട് അവൻ പറയുന്നത് ഞാൻ ചെന്നു, എൻ്റെ പേര് ഇതിനകത്ത് രജിസ്റ്ററിൽ എഴുതിയിട്ടുണ്ട്.
അതിനകത്ത് അവനൊരു കള്ളപ്പേര് എഴുതി വെച്ചുകൂടായിരുന്നോ? അവനവിടെ ഹോട്ടലിൽ പറയുന്നുണ്ട് എൻ്റെ പേര് എഴുതണ്ട, വേറൊരു പേര് എഴുതും, നമ്മുടെ രാഷ്ട്രീയക്കാരല്ലേ എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നല്ലോ. അവൻ്റെ പേര് തന്നെ എഴുതിയിട്ട് അവൻ റൂമിൽ പോയി. അവൻ 1 മണിക്കൂർ അവരുമായിട്ട് സംസാരിച്ചിരുന്നു. അവരെടുത്ത റൂമിൽ അവർ വിളിച്ചു വരുത്തിയതാണ്. അതിനുശേഷം അവർ പറയുന്നത് എന്താണ്? അവർ റൂമിലോട്ട് കയറിയപ്പോൾ തന്നെ അവരെ ചെവി കുറ്റിക്കടിച്ചു, ശരീരം മാന്തി പൊളിച്ചു, മറ്റേത് മറിച്ചത്. ഇനി പറയാൻ എനിക്ക് പ്രാന്താവും. അതിനുശേഷം പിന്നെ അവന് അണ്ടർവെയർ വരെ വാങ്ങിച്ചു കൊടുത്തു, അവന് ജെട്ടി വരെ വാങ്ങിക്കാൻ കാശ് കൊടുത്തെന്നാണ് പറയുന്നത്. ഇതൊക്കെ ലോകത്ത് നമ്മളെന്ത് ഞാൻ നേരത്തെ വീഡിയോ ചോദിക്കുന്നുണ്ട്, അരിയാഹാരം കഴിക്കുന്നവരില്ലേ? അപ്പം ഇതേ കണക്കുള്ള നമ്മുടെ ഒരു വ്യക്തിയുടെ അവകാശങ്ങൾ മുഴുവൻ നശിപ്പിച്ചിട്ട് ഒരു വ്യക്തിയെ തട്ടിക്കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിട്ട് അവൻ്റെ അവന് അനുകൂലമായിട്ടുള്ള ഒരു കാര്യങ്ങൾ, ഒരു ചാറ്റ് പറയുമ്പോൾ എന്തിനാണ് ഇവരിങ്ങനെ വെളി പിടിക്കുന്നത്? ഇവരെന്തിനാണ് ഇങ്ങനെ വെളി പിടിക്കുന്നത്? ഈ സ്ത്രീ രാവിലെ എന്ന് പറയുന്നുണ്ട്, ഫെനിയോട് ഞാൻ സ്നേഹമായിട്ട് പറയാൻ, എന്നെ പേടിപ്പിക്കാൻ നോക്കട്ടെ. ഫെനി എന്ത് പേടിപ്പിച്ചു? ഫെനിക്ക് കൊടുത്ത ചാറ്റാണ് അവിടെ കൊണ്ടുവന്നത്. അവിടെ ഒരു പരാതിക്കാരുടെ പേര് പറഞ്ഞിട്ടില്ല. ഈ പരാതിക്കാരിയാണോ എന്ന് പോലും എനിക്ക് അറിയില്ല എന്നുള്ളതാണ് പറഞ്ഞത്. ഫെനി അവിടെ ഒരു പരാതിക്കാരിയുടെ പേര് പറഞ്ഞിട്ടില്ല, പരാതിക്കാരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല, പരാതിക്കാരിയുമായിട്ട് ബന്ധപ്പെട്ട നമുക്കൊന്നും മനസ്സിലായിട്ടില്ല. പരാതിക്കാരി എന്ന് പറയുന്ന ഏതോ ഒരു പരാതിക്കാരി ഉണ്ട്, ആ പരാതിക്കാരുടെ ചാറ്റാണ് അവിടെ വന്നത്. അതിനകത്ത് നമുക്ക് മനസ്സിലാവുന്ന 99% രാഹുൽ മാങ്കൂട്ടത്തില് നിരപരാധിയാണ്. ആ ചാറ്റ് വായിക്കുമ്പോൾ നമുക്ക് തോന്നാണ്. അപ്പം രാഹുൽ കാശുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇവിടെ ബലാത്സംഗം പറഞ്ഞാൽ, ഒരു സ്ത്രീകൾക്ക് ഇവിടെ നിയമം, സ്ത്രീ പറഞ്ഞാൽ എന്തും ഇവിടെ ആൾക്കാർ ഏറ്റെടുക്കും. പ്രത്യേകിച്ചും 10 പേർ അറിയപ്പെടുന്ന ഒരുത്തനെ ആണെങ്കിൽ ഒരുത്തനെതിരെ എന്ത് പറഞ്ഞാലും ജനങ്ങൾ ഏറ്റെടുക്കും എന്നുള്ള ഒരു ധാരണയാണ് ഈ പെണ്ണുങ്ങൾക്ക്. അല്ലെങ്കിൽ കല്യാണം കഴിച്ച് ഭർത്താക്കന്മാരുമായിട്ട് ജീവിക്കുന്നവളുമാർ കല്യാണം കഴിക്കാതെ ഒരു പയ്യനെ തിരക്കി പിടിച്ച് അവൻ്റെ ഫോൺ നമ്പർ സംഘടിപ്പിച്ച് അവനെ ഹോട്ടലിൽ റൂം എടുത്ത് വിളിപ്പിക്കുക, അവനെ ഫ്ലാറ്റിലേക്ക് വിളിപ്പിക്കുക, അവിടെ വെച്ചിട്ട് ലൈംഗിക ബന്ധം ഏർപ്പെടുക, അതിനുശേഷം ഗർഭം ഉണ്ടായി എന്ന് പറയുക, ആ ഗർഭം എടുത്ത് ഉണക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറയുക. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഇവര് ഈ 2024 പീഡനം നടന്നതിന്റെ ഗർഭമാണോ ഇത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? എന്നിട്ടാണ് ഈ 1.5 വർഷം സൂക്ഷിച്ചു വെച്ചിട്ടാണ് പിന്നെ ഈ സൂക്ഷിച്ചു വെച്ചെന്ന് പറയാനാണോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത് വന്നാൽ? എനിക്ക് അറിയാൻ ചോദിക്കാം. നമ്മുടെ പൊതുസമൂഹത്തിന്റെ ഒരു ചെറിയ ചെറിയ സംശയങ്ങളാണ്. ഇതൊന്നും നമ്മളാരും ഉണ്ടാക്കിയതല്ല, ഇതെല്ലാം മാധ്യമങ്ങളിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളെല്ലാം ഇത് മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ ഇതെല്ലാം കാണുന്നത്. അല്ലാണ്ട് നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കുന്ന സൃഷ്ടിച്ചെടുക്കുന്ന വാർത്തകളല്ലല്ലോ. ഇതെല്ലാം മാധ്യമങ്ങൾ ചാനലുകൾ നമ്മുടെ മുന്നിലേക്ക് ഇട്ടു തരുവാണ്. ഇന്നാണ് സംഭവം, ഇന്നയാണ് മൊഴികൾ, ഇന്നയാണ് FIR ഇട്ടിരിക്കുന്നത്, ഇന്നയാണ് പരാതികൾ, ഇന്നയാണ് അവര് മുഖ്യമന്ത്രിയോട് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി നെഞ്ചുപൊട്ടി കരഞ്ഞത്. അല്ലേ എൻ്റെ പിണറായി വിജയൻ സഹാവേ, എത്രയോ പെൺപിള്ളാരെ യഥാർത്ഥമായിട്ട് ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തിട്ട് നിങ്ങൾ തിരിഞ്ഞു നോക്കാത്ത ഒരു മനുഷ്യനാണ്. 2 പെങ്കൊച്ചുങ്ങളെ പൊടി പിള്ളേരെ വയനാട്ടിൽ ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കി. അതിൻ്റെ അമ്മ വന്ന് കിടന്ന്, വയനാട്ടിലാന്ന് തകടിയില്ല ഇവിടെ, അതിൻ്റെ അമ്മ വന്ന് കിടന്ന് ഇവിടെ സെക്രട്ടേറിയറ്റിൽ കിടന്ന് എന്തുമാത്രം നിലവിളിച്ച് 2 പിഞ്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്ത് ഈ സഹാക്കന്മാരുടെ ആരൊക്കെ അതിനകത്ത് ഉത്തരവാദികളാണെന്നാണ് പറയുന്നത്. അതൊന്നും അന്വേഷിക്കാനായിട്ട് ഇവിടെ ആരുമില്ല. എത്രയോ പെൺകുട്ടികളെ ബലാത്സംഗത്തിന് ഇരയാക്കി, എത്രയോ പെൺകുട്ടികളെ യഥാർത്ഥമായിട്ടും ഒരു ബലാത്സംഗത്തിന് ഭിന്നശേഷിയുള്ള പെൺപിള്ളേരെ ബലാത്സംഗത്തിന് ഇരയാക്കിയിട്ടുണ്ട്. ഞങ്ങൾ തന്നെ കുളത്തൂപ്പുഴ ഒരു കേസ് ഞങ്ങൾ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. ബലാത്സംഗത്തിന് ഭിന്നശേഷിയിലായ ഒരു പെൺകുട്ടിയെ ബലാത്സംഗത്തിന് ഇരയാക്കിയ ആ ഒരു കേസ്. അതൊന്നും ഇവിടെ പിണറായി വിജയനും മാധ്യമങ്ങൾക്കൊന്നും അറിയണ്ട. ഏതെങ്കിലും ഒരുത്തനെ തകർക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു അജണ്ടയുമായിട്ട് ഇറങ്ങിയാൽ അതിൻ്റെ പിന്നാലെ പോയിക്കണം. എന്നാലും ഈ പോലീസുകാർ എപ്പോഴെപ്പോഴും പോലീസുകാരെ പറയുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു ആദ്യം, കാരണം നമ്മളെ കുടുംബത്തിൽ തന്നെ ഒരു പോലീസുകാരനെ ഇരിക്കുന്നു. അതുപോട്ടെ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് കാര്യം. അപ്പോൾ എന്തായാലും ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനെ പരാതിക്കാരി പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്കത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. കാരണം അവർ വീണ്ടും ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ ഇവർ എന്തുമാത്രം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയെ ഭീഷണിപ്പെടുത്തി കാണുമെന്ന് ഞാൻ ആലോചിക്കുകയാണ്. പണവും സ്വാധീനവും ഉണ്ട്, പണം ഇഷ്ടം പോലെ ഉണ്ട്. ഈ പണം ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരെ സഹായിക്കും. ഇവിടെ ഒരുപാട് ആൾക്കാർ, എത്രയോ സ്ത്രീകളാണെന്നറിയാം, കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് വഴിയരിയിലൊക്കെ ജീവിക്കുന്ന, ടാർപ്പയൊക്കെ കിട്ടി, വാടകയ്ക്ക് പോലും കൊടുക്കാൻ കാശില്ല, ടാർപ്പയൊക്കെ കിട്ടി പുറമ്പോക്കിലൊക്കെ വീട് ഷെഡൊക്കെ അടിച്ച് ജീവിക്കുന്ന കുറേ ആൾക്കാർ ഈ സ്ത്രീകൾ ഉണ്ട് കേട്ടോ. ഞാനൊക്കെ ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ട് പോലും നമ്മളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഓരോ മനുഷ്യരും ജീവിക്കുന്നത്. അല്ലേ? നമ്മളൊക്കെ നന്നായിട്ട് ജീവിക്കുന്നത്. അല്ല, ഞാൻ പറയുകയാണ്, നമ്മളെപ്പോലെ ഒരുപാട് സ്ത്രീകൾ അപ്പോൾ കാശ് ഒരുപാടുണ്ടെങ്കിൽ അവർക്കൊക്കെ കൊണ്ടുവന്ന് കൊടു. നമ്മുടെ സോക്കേട് തീർക്കാൻ വേണ്ടിയിട്ട് പറയാതിരിക്കാൻ വയ്യ. ഭർത്താക്കന്മാരുള്ളപ്പോൾ, കല്യാണം കഴിച്ച ഒരു ഭർത്താവ് ഇപ്പുറത്തിരിക്കുമ്പോൾ വേറെ അവനെ പോയി കണ്ടുപിടിച്ച് അവനുമായിട്ട് ഹോട്ടൽ റൂം എടുത്ത് താമസിച്ചിട്ട് നിങ്ങളുടെ ഇംഗിതത്തിനെല്ലാം അവൻ വഴങ്ങാത്തപ്പോൾ, നിങ്ങളെ വിളിക്കുമ്പോഴെല്ലാം അവൻ വരാത്തപ്പോൾ, നിങ്ങൾ ആവശ്യപ്പെടുമ്പോഴെല്ലാം അവൻ നിങ്ങളുടെ അടുത്തേക്ക് വരാത്തപ്പോൾ, ഈ പെണ്ണുങ്ങളുടെ കാര്യമാണ് പറയുന്നത്.
ഒരുത്തനായിട്ട് പരിചയപ്പെട്ട് ഭർത്താക്കന്മാരുള്ള സ്ത്രീകൾ അവരുടെ ഇംഗിതത്തിന് വഴങ്ങാതിരിക്കുമ്പോൾ പലതവണ എപ്പോഴും ഒരുത്തിന് വഴങ്ങാൻ പറ്റുമോ? അവന് ഭരിക്കണ്ടേ? അവൻ ഈ പെണ്ണുങ്ങളുടെ കൂടെ എല്ലാം എപ്പോഴും പോയാൽ മതിയോ? അല്ല ഞാൻ അറിയാൻ ചോദിക്കുക. എനിക്കുള്ള ഷോർട്ട് വീഡിയോയുടെ സൗണ്ട് വരും കേട്ടോ, നമ്മുടെ തിരുവനന്തപുരക്കാരുടെ. അപ്പോൾ അത് വേണ്ട, നമ്മൾ കുറച്ച് തിരുവനന്തപുരക്കാരെ ഭാഷ മോശമല്ല. നമുക്ക് തിരുവനന്തപുരം യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഭാഷയില്ല. മിമിക്രിക്കാർ തിരുവനന്തപുരത്തിന് ഇങ്ങനെ ഭാഷയിലാക്കി എന്തിനാ പുള്ളകളെ നിങ്ങൾക്ക് സുഖമായിട്ടിരിക്കുന്ന ചായയിലും വെള്ളങ്ങളൊക്കെ കുടിച്ചാ എന്നൊക്കെ ചോദിക്കുന്ന ഒരു മിമിക്രിക്കാരുടെ ഒരു ഭാഷയാണ്. യഥാർത്ഥ ഒരു തിരുവനന്തപുരം എന്ന് പറയുന്നത് കേട്ടാ, നമ്മൾ ചോദിച്ചോന്ന് ചോദിക്കുമ്പം നിങ്ങൾ കേട്ടാ എന്ന് ചോദിക്കും. അപ്പോൾ അത്രയൊക്കെയുള്ള എനിക്ക് സംശയം തോന്നുന്നത്. പിന്നെ പാറശാല ഭാഗത്താണ് ഇങ്ങനെയൊക്കെയുള്ള. അല്ലാണ്ട് ഈ സിറ്റി നമ്മുടെ വട്ടൂർക്കാവാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ സിറ്റി ഭാഗത്തേക്കൊന്നും അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല കേട്ടോ. എല്ലാവരും നമ്മൾ സാധാരണ രീതിയിൽ തന്നെ സംസാരിക്കുന്നവരാണ്. എൻ്റെ സംസാര രീതി കേട്ട് കഴിഞ്ഞാൽ എന്നോട് എല്ലാവരും ചോദിക്കും തെക്കുമല്ല വടക്കും അല്ലാത്ത ഭാഗമാണ്. കാരണം എൻ്റെ അച്ഛൻ തൃശ്ശൂർക്കാരനാണ്. നമ്മൾ എറണാകുളത്താണ് കൂടുതൽ കാലം, എറണാകുളത്ത് സ്കൂൾ കാലഘട്ടത്തിൽ കുറേ നാൾ ജീവിച്ചു. അമ്മ കൊല്ലക്കാരിയാണ്. അപ്പോൾ അങ്ങനെ ഈ പിന്നെ ആ ഒരു ഇതിൽ മിക്സായിപ്പോയി. വിവാഹം കഴിഞ്ഞത് ട്രിവാൻഡ്രത്തായതുകൊണ്ട് അതുമായിട്ട് മിക്സായിപ്പോയി. അപ്പോൾ നമ്മൾ ഈ തൃശ്ശൂർ മുതൽ ട്രിവാൻഡ്രം വരെയുള്ള ഭാഷ മിക്സായിപ്പോയി എൻ്റെ സംസാരത്തിൽ. ഇപ്പം ഞാൻ കുറേയൊക്കെ മാറുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് നമുക്ക് തൃശ്ശൂർക്കാർ തൊട്ടിട്ട് പിന്നെ ആ ഒരു ഭാഷ തൊട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ കുറേയൊക്കെ പറ്റും. പിന്നെ ഞാൻ ബാംഗ്ലൂർ പഠിച്ചുകൊണ്ട് കന്നഡയും എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. കന്നഡ അറിയാം, തമിഴ് അറിയാം. അങ്ങനെ പിന്നെ സംസാരിക്കാൻ അറിയാത്ത ഹിന്ദിയേ ഉള്ളൂ. എന്നാലും ഹിന്ദി നമ്മൾ ഡൽഹിയിലും അവിടെയൊക്കെ കോമ്പറ്റീഷൻസിന് പോയിട്ടുണ്ട്. NCC സീനിയർ അണ്ടർ ഓഫീസർ ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ അത്യാവശ്യം ഹിന്ദിയും കേട്ടാലെല്ലാം മനസ്സിലാവും കേട്ടോ. ഒരു വാക്ക് സെൻറ്റൻസ് ഒക്കെ പറയും. സുഖമാണോ എന്നൊക്കെ ചോദിക്കും. അച്ഛാ ഹേ എന്തെങ്കിലും കഴിച്ചോ എന്നൊക്കെ ചോദിക്കാൻ അറിയാം. അത്രയൊക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, അപ്പോൾ എന്തായാലും ഇന്ന് ജാമ്യത്തിന് കൊടുത്തിരിക്കുകയാണ്. എന്തായാലും ജാമ്യം കിട്ടുക എന്നുള്ളറിയാം. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തീർച്ചയായിട്ടും ഇന്ന് ജാമ്യം കിട്ടേണ്ടതാണ്. ജാമ്യം ഒരു പിന്നെ കിട്ടിയില്ല എങ്കിൽ, ജാമ്യം കൊടുക്കുന്നില്ല എങ്കിൽ, കിട്ടിയില്ല എന്നുള്ളതല്ല, കൊടുക്കുന്നില്ല എങ്കിൽ എന്നേ എനിക്ക് പറയാൻ പറ്റും. കൊടുക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അവർ ആ ജാമ്യം തള്ളണം. അല്ലാണ്ട് വീണ്ടും ഡേറ്റ് മാറ്റി വെക്കരുത്. ജാമ്യം തള്ളിയതിന് ശേഷം പിന്നെ അവർക്ക് ഇപ്പം വക്കീലന്മാർക്ക് ഹയർക്കോടതി, അഡ്വക്കേറ്റ്സിന് അഭിഭാഷകർക്ക് ഹയർക്കോടതിയെ സമീപിക്കാനുള്ള ഓപ്ഷനും കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ്. എന്തായാലും ഫെനി നൈനാനെ കുറിച്ച് എനിക്ക് ഒരു വാക്കെങ്കിലും നല്ലത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ വേട്ടപ്പെട്ടുകളെ പോലെ നാല് ചുറ്റും നിന്ന് കടിച്ചു കീറുമ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ, ഇതിനകത്ത് കുറച്ചെങ്കിലും സത്യമുണ്ട്. അതിലൊരു അത്യാവശ്യമായിട്ടൊരു നിരപരാധിയാണ്. അതിലിങ്ങനെ ഒരു പിന്നെ എന്താ പറയണേ, ഒരു എന്താ പറയുക, ലൈംഗിക വൈകൃതമുള്ളവനല്ല. ഈ ലൈംഗിക വൈകൃതമുള്ളവരൊക്കെയാണ് കല്യാണം കഴിച്ച് വേറെ ആണുങ്ങളെ തേടി പോകുന്നവർക്കാണ് ലൈംഗിക വൈകൃതം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ അവർക്ക് ബന്ധം വേണ്ടെങ്കിൽ ബന്ധം ഒഴിഞ്ഞ് വേറെ ഒരുത്തിനെ കല്യാണം കഴിക്കണം. ആ ഒരു ബന്ധത്തിൽ നിന്നുകൊണ്ട് ഇവർ പിന്നെ വേറെ പുരുഷന്മാരെ തേടി പോകുന്ന പെണ്ണുങ്ങൾ, ഇപ്പം ഞാനായാലും ശരി, അവരാണ് ലൈംഗിക വൈകൃതം. അല്ലെങ്കിൽ ലൈംഗിക വൈകൃതമുള്ള സ്ത്രീകളും പുരുഷന്മാരും. ഒരു ഭാര്യയും ഉള്ളപ്പോൾ അവരെ വേണ്ട പ്രശ്നങ്ങളുണ്ടെങ്കിൽ കളാം. അല്ലാണ്ട് സകലമാന പെണ്ണുങ്ങളെയും തേടി പോകുന്ന പുരുഷന്മാരാണ് ലൈംഗിക വൈകൃതക്കാർ. അല്ലാണ്ട് ഇപ്പോൾ പ്രണയം വെച്ചിട്ട് ഒരുത്തിയായിട്ട് ഒരുത്തിയായിട്ട് അവർ കല്യാണം കഴിക്കാത്ത ഒരു ചെറുക്കന് ഏത് ആൾക്കാരോടും പ്രണയം തോന്നാം. കല്യാണം കഴിക്കുന്നവർക്കും പ്രണയം തോന്നാം. പക്ഷേ അതിന് പല പുരുഷന്മാരും, എനിക്കറിയാം, എൻ്റെ ഒരു കൂടെയുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ആണുങ്ങളുമായിട്ട് റിലേഷൻ ഉണ്ട്. ഒരാളുണ്ടായിരുന്നു, കുറേ ആണുങ്ങളുമായിട്ടും എനിക്ക് വ്യക്തമായിട്ടറിയാം. ഒരാൾ ഒരു സമയത്ത് തന്നെ അവൾ ഒരു ദിവസം തന്നെ 4 പേരോടൊക്കെ ഇങ്ങനെ ചാറ്റ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ട് ഹോസ്റ്റലിലായിരുന്ന സമയത്തും, അയ്യോ എന്തുകൊണ്ട് നീ പിന്നെ നിന്റെ കെട്ടിയവൻ ഇത് എന്തൊരു മോശമാണ്, നിന്റെ കെട്ടിയവനെ വെട്ടിക്കൊല്ലത്തില്ല, നീ എന്തീ കാണിക്കുന്നതെന്ന് ചോദിക്കാൻ പറയും. അയാളൊന്നും അറിയത്തില്ല. അവരുടെ വളരെ അടുത്ത റിലേഷൻ, ആ പ്രസന്റിൽ ഭർത്താവുള്ള ഒരു സ്ത്രീയാണ്, 4 പുരുഷന്മാരുമായിട്ടും അപ്പോഴും ബന്ധമുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ലൈംഗിക വൈകൃതം. ഇതൊരു രോഗമാണെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി ഇതിൽ നിന്ന് പിൻവലിപ്പിക്കാൻ. ഒരുപാട് ഇവിടുത്തെ സമൂഹത്തിലെ ഉന്നതരുമായിട്ടാണ്, അതാണ് എനിക്ക് തമാശ. ഇവിടുത്തെ സമൂഹത്തിലെ ഏറ്റവും ഉന്നതരുമായിട്ടാണ് ആ റിലേഷൻസ്. ഞാൻ തന്നെ അന്തം വിടും. ആകെപ്പാടെ ഒരു തെറ്റാനുള്ള ഒരു കനം കുറഞ്ഞൊരു പെങ്കൊച്ച്. അപ്പോൾ ഈ ആൾക്കാരൊക്കെ എന്തായാലും കൊള്ളാലോ എന്ന് ഞാൻ ആലോചിക്കും കേട്ടത്. കാരണം ഇതൊക്കെ നമുക്ക് നമ്മുടെ മുമ്പിൽ കാണുന്ന കുറേ സത്യങ്ങളുണ്ട്. ആ സത്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴേ നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു അസുഖമാണ്, അവരുടെ രോഗമാണ്. അപ്പോൾ അല്ലാണ്ട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക വൈകൃതക്കാരനാണ്, അവനൊരു നാർസിസ്റ്റാണ്, അവൻ മറ്റേതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, പച്ചവെള്ളം നമ്മൾ ചവച്ചല്ല കുടിക്കുന്നത്. അങ്ങനെ പച്ചവെള്ളം ചവച്ചരച്ച് കുടിക്കുന്നവരോട് പോയി പറഞ്ഞാൽ മതി കേട്ടോ മോളെ. അപ്പോൾ അതൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട. കാരണം സമൂഹത്തിന് ഇപ്പോൾ എല്ലാം ഏറെക്കുറെ മനസ്സിലായി കഴിഞ്ഞു.
അപ്പം പിന്നെ പെണ്ണുങ്ങൾക്ക് ഇത്രമാത്രം നിയമത്തിൽ പെണ്ണുങ്ങൾക്ക് ഇത്രമാത്രം പെണ്ണ് പറഞ്ഞാൽ എന്തും നടക്കും, പെണ്ണെന്ന് പറയുന്നത് പെണ്ണൊരുമ്പെട്ടാൽ എന്തും എന്നുള്ളൊരു തോന്നൽ ഈ സ്ത്രീകൾക്കുണ്ടായതുകൊണ്ടാണ്. അത് ഇവിടുത്തെ നീതിന്യായ കോടതികൾ, പരമോന്നത കോടതികൾ ഇതിനെയൊക്കെ അങ്ങ് മാറ്റണം. കാരണം ഇങ്ങനെയുള്ള സ്ത്രീകളെ ശിക്ഷിക്കാനുള്ള ഒരു നിയമം കൂടി വരണം. പ്രത്യേകിച്ച് വിവാഹിതരായ സ്ത്രീകൾ പരപുരുഷന്മാരെ തേടി പിരിച്ചുവാണെങ്കിൽ ഇപ്പുറത്തുള്ള പീഡനവുമായിട്ട് വന്നാൽ അവരെ ശിക്ഷിക്കാൻ കോടതി അലക്ഷ്യത്തിനും അല്ലെ കോടതിയുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തിനും അവർക്കെതിരെ നടപടി ഉണ്ടാവണം. അപ്പോൾ കുറേയൊക്കെ കേസുകളൊക്കെ അങ്ങ് ഒഴിവാകും. ഇത്രയേ ഉള്ളൂ എനിക്കിപ്പോൾ പറയാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരാം.